ഏയ് ബേബി, നമ്മൾ വിശപ്പ് മാറ്റാൻ ഇന്ന് KFC ആട്ടാ കഴിക്കാൻ പോണത്. ആക്ച്വലി വെനസ്ഡേ ആയതുകൊണ്ടല്ലോ കിടുക്കിന് ഓഫറൊക്കെ കിട്ടിയിട്ടുണ്ട്. കിച്ചു വെളിയിൽ ഇറങ്ങിയ പറയുന്നേക്ക്, വെളിയിൽ ഇറങ്ങ്. പുറത്തുനിന്നുള്ള ഫുഡും കൊണ്ട് റൂമിൽ വന്നേക്കോ. ഇപ്പൊ നിനക്ക് വിശന്നപ്പോഴത്തേക്കും തെർമൽ പേപ്പറിന്റെ കാര്യമൊക്കെ മറന്നുപോയല്ലോ. എടി വിശന്നപ്പോഴത്തേക്ക് എന്റെ ആദർശങ്ങളെ ഞാൻ മാറ്റി വെച്ചിട്ടൊന്നുമില്ല. ഈ സാധനം നോക്കിയേ, ഈ ബില്ലിൽ നീ ഇവിടെ സാധാരണ തെർമൽ പേപ്പർ കാണുന്ന പോലെയാണ്. ഇവിടെ KFC നല്ല കളറിലാണ് പ്രിന്റ് വന്നേക്കുന്നത്. ആക്ച്വലി എൻ്റെ അറിവിൽ തെർമൽ പേപ്പറിൽ കളറും കാര്യങ്ങളും വരുന്ന രീതിയിലുള്ള അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്കൊന്നും അല്ലെ അങ്ങനെ ഒരു ഓപ്ഷൻസിലേക്കും നമ്മുടെ നാടൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് തെർമൽ പേപ്പർ അല്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് തെർമൽ പേപ്പർ ആണ്, പക്ഷേ BPA ഫ്രീ ആണ്. അതായത് KFC എന്നുള്ള ബ്രാൻഡ് കുറച്ച് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബില്ലിംഗ് സൊല്യൂഷനിലേക്ക് പോകുന്നതായിട്ട് അവർ തന്നെ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. 2025 കൂടി അങ്ങനെ ആവുന്നുള്ള കാര്യമൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നതായിട്ട് നെറ്റിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു നോർമൽ തെർമൽ പേപ്പർ അല്ലാണ്ട് BPA ഫ്രീ ആയിട്ടുള്ള കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു തെർമൽ പേപ്പർ ആയിട്ട് എനിക്ക് തോന്നുന്നത് കൊണ്ട് കുറച്ചുകൂടെ നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇതിനെക്കുറിച്ചൊരു കൺഫർമേഷൻ, ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുന്ന ആളല്ല, പക്ഷേ എനിക്ക് ഇത് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ കാര്യത്തിൽ സോപ്പിട്ട് കഴുകിയിട്ട് മാത്രമേ ഇത് എടുക്കാൻ പോകുള്ളൂ. അതുപോലെ തന്നെ ഫുഡ് അൺപാക്ക് ചെയ്ത് ഈ കവർ ഡിസ്പോസ് ചെയ്തിട്ട് മാത്രമേ നിന്നെ കഴിക്കാനും ഞാൻ അനുവദിക്കുകയുള്ളൂ.